ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഈസി ആയിട്ട് എങ്ങനെ ബേബി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. 1/2 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ലൈനിങ്ങിലാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ലൈനിങ്ങിൽ എത്രത്തോളം ബോഡി പാർട്ട് വേണോ അത്രത്തോളം 4ആയിട്ട് മടക്കി വെക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് തന്നെയായ ഒരു ഫ്രോക്ക് വെച്ചിട്ട് കൈക്കുഴിയും കഴുത്തൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തിയ ശേഷം ബോഡി പാർട്ട് മുറിച്ച് മാറ്റുക. ഇതിപ്പോൾ 2 പീസ് കാണും. അതിലൊന്നെടുത്ത് ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്തുക. ഇനി ഫ്രണ്ട് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തിൻ്റെ ലെങ്ത്ത് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. മെറ്റീരിയൽ തുണി ഇവിടെ 4 മടക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തിലെ ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് മുറിച്ച് മാറ്റാം. മെറ്റീരിയലിൻ്റെ അപ്പർ പാർട്ട് ബോഡിക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഞാനിവിടെ സിബ് വെക്കുന്നുണ്ട്. സിബ് വെക്കാൻ വേണ്ടിയിട്ട് ബോഡിയുടെ ബാക്ക് പാർട്ട് നേരെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ലൈനിങ് പീസ് മെറ്റീരിയലിൻ്റെ മോശം വശമായിട്ട് ചേർത്ത് വെച്ച് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബോഡിയുടെ ഫ്രണ്ട് പാർട്ടാണ്. സ്റ്റിച്ച് ചെയ്ത ശേഷം ബോഡിയുടെ കഴുത്തും കൈക്കുഴിയുടെയും അളവിനനുസരിച്ചിട്ട് മെറ്റീരിയലിൽ നിന്ന് മുറിച്ചു മാറ്റാം. ഇനി 1/4 ഇഞ്ച് വിട്ട് ചെയ്ത സ്റ്റിച്ചിന് മുറിയാത്ത വിധം കഴുത്തിനും കൈക്കുഴിക്കും ചുറ്റും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം.
മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം ഫ്രണ്ടിൽ വരുന്ന വിധത്തിൽ മെറ്റീരിയൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി കഴുത്തിൻ്റെയും കൈക്കുഴിയുടെയും ഒക്കെ അരികിലായിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ബാക്കി വരുന്ന മെറ്റീരിയലൊക്കെ മുറിച്ച് മാറ്റുക. ബോഡിയുടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബോഡിയുടെ ബാക്ക് പാർട്ടും ചെയ്തെടുക്കാം. മെറ്റീരിയലിൻ്റെ നല്ല വശം പുറത്ത് കാണുന്ന വിധം തുണി മറിച്ചിട്ട ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ഇനി സിബ് വെച്ച് കൊടുക്കാം. സിബ് സ്റ്റിച്ച് ചെയ്ത ശേഷം ബോഡിയുടെ ഷോൾഡേഴ്സ് തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്രോക്കിൻ്റെ താഴ്ഭാഗം റെഡിയാക്കാം. അതിനായി നേരത്തെ മുറിച്ച് മാറ്റി വെച്ച മെറ്റീരിയലിൻ്റെ നല്ല വശവും ബോഡിയുടെ നല്ല വശവുമായിട്ട് ഒരു പിന്ന് ഉപയോഗിച്ച് ചേർത്ത് വെക്കുക. അതിനുശേഷം ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തെ തുണിയുടെ വീതി കൂടുന്നതനുസരിച്ചിട്ട് ഫ്രിൽസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫ്രിൽസ് വേണമെങ്കിൽ കൂടുതൽ വീതിയുള്ള തുണി യൂസ് ചെയ്യാം.
ഇനി മെറ്റീരിയലിൻ്റെ താഴെ ലൈനിങ്ങും ഇതുപോലെ ചേർത്ത് വെച്ച് ഫ്രിൽസ് ഇട്ടുകൊടുക്കാം. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബോഡിയും താഴ്ഭാഗവും യോജിപ്പിച്ചെടുത്ത് ഒരു ലൈസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രോക്കിലേക്ക് വേണ്ട സ്ട്രിപ്പ് മുറിച്ചെടുക്കാം. അതിനായിട്ട് ലൈനിങ്ങിൻ്റെ തുണി ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രത്തോളം അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതിൽ സ്ട്രിപ്പിൻ്റെ ഷേപ്പ് വരച്ച ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരേ ലെങ്ത്തുള്ള സ്ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ സ്ട്രിപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സ്ട്രിപ്പിൻ്റെ മോശം വശത്തൂടെയാണ്. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അളവിനെടുത്ത ഫ്രോക്ക് ഉപയോഗിച്ചിട്ട് ആവശ്യത്തിനുള്ള വീതി അടയാളപ്പെടുത്തിയ ശേഷം സ്ട്രിപ്പ് 1 ഇഞ്ച് വരെ കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് എത്തുമ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. ഇതുപോലെ തന്നെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്